ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 50ലേക്ക് അടുക്കുന്നു. 200-ലേറെ പേരെ കാണാതായി. മരിച്ചവരിൽ CISF ജവാന്മാരും ഉൾപ്പെട്ടതായി റിപ്പോർട്ട്. കിഷ്ത്വാർ ജില്ലയിലാണ് സംഭവം. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. സൈന്യത്തോടൊപ്പം പോലീസ്, NDRF സേന സംയുക്തമായാണ് രക്ഷാദൌത്യം നടത്തുന്നത്. അതിനിടെ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ജമ്മുകശ്മീരിലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്ന് തന്നെയാണോ കണക്കുകൾ പറയുന്നത്? ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി വലിയ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്നത്? രോഹിണി, ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ മേഖലയിലാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത്. വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളോ സ്ഥിരീകരണമോ പുറത്തു വന്നിട്ടില്ല. 50നും 60നും ഇടത്ത് ആളുകൾ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അനൗദ്യോഗികമായും ആശുപത്രി അധികൃതരുടെ പ്രതികരണങ്ങളിൽ നിന്നുമെല്ലാം 50നും 60നും ഇടയിൽ മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 CISF ജവാന്മാരും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 167-ലധികം ആളുകളെ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് NDRFിൻ്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ മിന്നൽ പ്രളയവും ഒപ്പം മേഘവിസ്ഫോടനം ഉണ്ടായതോടുകൂടി കനത്ത മഴയും ഈ മലവെള്ളപ്പാച്ചിലിൽ മണ്ണും കല്ലുകളും എല്ലാം തന്നെ ഉരുണ്ടു വീണുകൊണ്ടൊരു പ്രദേശം മുഴുവനാകെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും വളരെയധികം ദുഷ്കരമാണ്. മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഏത് നിമിഷവും മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രമകരമായ ദൗത്യമാണ് അവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും ജമ്മുകശ്മീർ പോലീസും CRPFും ഉൾപ്പെടെയുള്ള സംയുക്ത സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ 160-ലധികം ആളുകളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും കൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും സംസാരിച്ചുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെയും സാധ്യമായിട്ടുള്ള എല്ലാ സഹകരണവും ഉറപ്പാക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വിവരം. ഒപ്പം കിഷ്ത്വാറിലെ മച്ചേൽ മാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്താണ്, കിഷ്ത്വാറിൽ ഈ മച്ചേൽ മാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ ടെൻറ്റുകളും ഒപ്പം അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ 100 കണക്കിന് തീർത്ഥാടകർ ആ സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് എത്രയാണ് ഈ അപകടത്തിൽ കാണാതായവരുടെ കൃത്യമായിട്ടുള്ള എണ്ണം, എത്ര മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചുമെല്ലാം ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും വളരെ വ്യാപ്തിയുള്ള അപകടമാണ് ഈ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. 50നും 60നും ഇടയിൽ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 CISF ജവാന്മാരും ഈ അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ 160-ലധികം ആളുകളെ ഇതിനോടകം രക്ഷപ്പെടുത്തി. സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന, ജമ്മുകശ്മീർ പോലീസ്, CRPF തുടങ്ങി സാധ്യമായ അവിടെ ലഭ്യമാകുന്ന എല്ലാ സേനകളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.